അതിപുരാതനമായ ശ്രീ ഊർപ്പഴിച്ചിക്കാവ് നാഗേശ്വര സ്ഥാനവും ഋഷി പ്രതിഷ്ഠിതമായ പൊൻചമ്പകവും ഈ കാണുന്ന സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ച ഗോസ്വാമി കിണറും ഈ കെട്ടിടത്തിന് പൂർവികമായുള്ള പർണശാലയും ഗോസ്വാമിമാർ ഭാരതത്തിലുടനീളം അവരുടെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരുക്കിയ ഈ ഒരുക്കങ്ങൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 9-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിച്ചേർന്ന ഋഷിതുല്യനായിട്ടുള്ള സാധകനായിട്ടുള്ള താന്ത്രിക മന്ത്ര സാധകനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനായിട്ടുള്ള ഉണ്ണിക്കണ്ണനായി പ്രത്യക്ഷനായിട്ടുള്ള വില്യമംഗല സ്വാമിയാരെയാണ്. ശ്രീ വില്യമംഗലം സ്വാമിയാർ, 1-ാം വില്യമംഗല സ്വാമിയാർ എന്ന് അറിയപ്പെടുന്ന, ലീലാശുകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വില്യമംഗല സ്വാമിയാർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് ആ ആത്മീയ താന്ത്രിക അനുഭൂതി ഈ വനത്തിൻ്റെ ഉള്ളിൽ അമ്മയുടെ മടിത്തട്ടിൽ മഹാമാതൃശക്തിയുടെയും അമ്മയുടെ കൂടെ മാതൃപിതൃശക്തിയുടെ ഐക്യസ്വരൂപമായിട്ടുള്ള ഈ മഹാസ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭൂതി, അദ്ദേഹം ഇവിടെ 41 ദിവസം അദ്ദേഹം ഭജിച്ചതായും അതേ രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ണിക്കണ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠാമൂർത്തി അദ്ദേഹം ഇവിടെ സങ്കല്പിച്ചതായും ഇവിടെയുള്ള ആ മൂർത്തി ഇവിടെ നമ്മുടെ ഊർപ്പഴിക്കാവ് ക്ഷേത്രത്തിൽ തന്നെ ആ ഒരു മൂർത്തിയുടെ രൂപം നമുക്ക് ആലേഖനം ചെയ്തു തന്നെ വില്യമംഗലം സ്വാമികളുടെ ഈ ദിവ്യമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള വില്യമംഗല സ്വാമിയാർ, തുടർന്നുള്ള വില്യമംഗലം ആ പരമ്പരയിലുള്ള സ്വാമിയാരും ശ്രീ ഊർപ്പഴിക്കാവിൽ വന്നതായിട്ട് നമുക്കറിയാം. വില്യമംഗല സ്വാമിയാരാണ് കുമ്പളയിൽ നിന്നും അതേ രീതിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ തീർത്ഥാടനം ചെയ്തത്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠയും ഗുരുവായൂരുള്ള പ്രതിഷ്ഠയും ചെയ്തത് 13-ാം നൂറ്റാണ്ടിലുള്ള വില്യമംഗല സ്വാമിയാരാണ് നമുക്കറിയാം. 1-ാം വില്യമംഗല സ്വാമിയാർ പിന്നീട് വൃന്ദാവനത്തിൽ പ്രവേശിച്ചതായും അവിടെ വെച്ച് അദ്ദേഹം സമാധി അടഞ്ഞതായും നമുക്കറിയാൻ പറ്റും. ഇത് നമുക്ക് തുടർന്ന് കേൾക്കാം.